ബോറടിച്ച് ഒരു ട്രെയിൻ യാത്രയും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെന്നൈയിലെത്തിയായിരുന്നല്ലോ. അപ്പോൾ ബ്രദറാണ് പിക്ക് ചെയ്യാൻ വന്നത്. ശരിക്കും പിക്ക് ചെയ്യാനല്ല വന്നത്, എൻഗേജ്മെൻറ്റിൻ്റെ തിരക്കായത് കാരണം പിക്ക് ചെയ്യാൻ വരാൻ പറ്റിയില്ല. ക്യാബ് ബുക്ക് ചെയ്ത് തരുമായിരുന്നു. നമ്മുടെ നാട്ടിലെ ചക്കയാണ് കേട്ടോ ഈ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ എത്തിക്കഴിഞ്ഞ് ഫ്രഷ് ആയ ഉടനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി. അവിടെ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക്. ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ റൂം. AC റൂമായിരുന്നു. നല്ല സൗകര്യമുള്ള റൂമാണ് കേട്ടോ. അപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ചെന്നൈ പട്ടണം ചുറ്റാൻ ആദ്യം ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മറീന ബീച്ച് കണ്ടില്ലെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉച്ച ആയതേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് സമയമില്ലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസമാണ് എൻഗേജ്മെൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയമില്ല. അപ്പോൾ കടൽ കണ്ടതിൻ്റെ തുള്ളിച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. എൻ്റെ മക്കൾക്ക് കടലും വെള്ളവും ഒക്കെ ഭയങ്കര ഭ്രാന്താണ്. ആലപ്പുഴയിൽ കടലിനടുത്ത് കിടക്കുന്ന എനിക്കേ ഭ്രാന്താണ്, പിന്നെയാണ് ഇവർക്ക്. ഉച്ചയ്ക്ക് 2:30 ചെന്നിട്ടേ ഞങ്ങളവിടെ ഒരു ബാംബു ഹട്ട് ഉണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഭയങ്കര ചൂടും വെയിലുമായിരുന്നു, ഇറങ്ങാൻ പറ്റുന്നില്ല. ചുട്ട് പഴുത്തിരിക്കുന്ന മണൽ. 3-3:30 ആയപ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അതിൻ്റെ അപ്പുറത്തൊരു ഓപ്പൺ പാർക്ക് ഉണ്ടായിരുന്നു. മക്കൾ പോയി കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചൂട് കൊണ്ട് അവരും തിരിച്ചു വന്നു. പിന്നെ അതേണ്ട കുറച്ച് നേരം കടലിലൊക്കെ കളിച്ചിട്ട് ഒരു കുതിരക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. കുതിരയ്ക്ക് ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ്. എനിക്ക് കുതിരപ്പുറത്ത് കയറാൻ ഭയങ്കര പേടിയാണ്. ചേട്ടായിയാണ് കൊണ്ടുപോയത്. 2 പേരെ ഒന്നിച്ച് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി പറഞ്ഞ് അത് സമ്മതിക്കത്തില്ല എന്ന്. ലാസ്റ്റ് 2 ആളെ 2 പ്രാവശ്യമായിട്ട് കൊണ്ടുപോകേണ്ടി വന്നു. റേറ്റ് ഇച്ചിരി കൂടുതലായിരുന്നു കേട്ടോ. 100-150 എങ്ങാണ്ടായിരുന്നു ഒറ്റ ട്രിപ്പിന് കൊണ്ടുപോയിട്ട് വരുന്നത്. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ട് വരത്തേ ഉള്ളൂ. കുതിര സവാരി കഴിഞ്ഞതിൻ്റെ ക്ഷീണമാണ് ഈ റിലാക്സ് ചെയ്ത് തീർക്കുന്നത് കേട്ടോ. സൺസെറ്റായി. അപ്പോൾ ഞങ്ങൾക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. എനിക്ക് 4 വലിയച്ഛന്മാരുണ്ട്. അതിൽ ഏകദേശം 3 പേരും ഇവിടെ തന്നെയാണ്. 4ാമത്തെ ആൾ റിട്ടയർ ആയപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിലായതാണ്. അപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ എങ്ങും ചായ ഇല്ല. പിന്നെ ഞങ്ങൾ അടുത്ത സ്ട്രീറ്റിലേക്ക് നടന്നു. മാത്രമല്ല നമുക്ക് ക്യാബ് ബുക്ക് ചെയ്തതിൻ്റെത് പാരലൽ സ്ട്രീറ്റിലായിരുന്നു ഡെസ്റ്റിനേഷൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ക്യാബിൽ കയറി. ഇതേണ്ട ഈ ചെന്നൈയിലെ ചുമർ ചിത്രങ്ങൾ കാണാനായിട്ട് ഏറ്റവും രസം കേട്ടോ. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നപ്പോഴും ഇതുപോലെയായിരുന്നു. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അടുത്തത് പോകുന്നത് ഇവരുടെ വീട്ടിലേക്കാണേ.